നിങ്ങൾ ആരാ ആരാ എന്താ ചെയ്യണ നിങ്ങള്? എൻ്റെ പേര് ഹസൻ എന്നാണ്. ഞാൻ സൗദി അറേബ്യ എന്നാണ് വിളിക്കുന്നത്. തൻ്റെ ഇടമുണ്ടോ, നട്ടലുണ്ടോ, നിങ്ങൾക്ക് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കാൻ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നുസ്രത്ത് ജഹാനുമായി ഫോണിൽ സംസാരിച്ചു. സ്ഥിരമായി ജനൻ ടി വിയിൽ വന്നിരുന്ന് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശങ്ങളും പച്ചയായ വർഗീയതയും പറയുന്ന ഈ സ്ത്രീയെ കൂടുതലായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിവരെ ഫോണിൽ വിളിക്കാനുള്ള കാരണം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഈ മാസം 7-ാം തീയതി, നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിം സ്ത്രീ, ഒരു മതപണ്ഡിതൻ്റെ ഭാര്യ വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് മരണപ്പെടുകയും അത് വലിയ വിവാദമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കേരളത്തിൽ ശരീഅത്ത് ഭരണം നിലവിൽ വന്നു എന്ന് ജനൻ ടി വി ഫത്വ ഇറക്കി. ജനൻ ടി വിയുടെ ആ ചർച്ചയിൽ പോയിരുന്നുകൊണ്ട് ഈ സ്ത്രീ മുസ്ലിം സമുദായത്തിന് നേരെ നടത്തിയ പച്ചയായ വർഗീയതയും വിദ്വേഷ പരാമർശങ്ങളും, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്കെതിരെ നടത്തിയ അങ്ങേയറ്റം ആക്ഷേപകരവും അപകീർത്തിപരവുമായ കുറേ പ്രസ്താവനകൾ, അതിനെക്കുറിച്ച് നേരിട്ട് തന്നെ അവരോട് ചോദിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ അവരെ ഫോണിൽ വിളിച്ചത്. പക്ഷേ ലൈഫിൽ ഇതുവരെ ഒരു ചോദ്യങ്ങളും നേരിട്ടുള്ള പരിചയമില്ലാത്തതുകൊണ്ടാവാം എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ദേശീയ റിപ്പബ്ലിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റും സംഘപരിവാറിൻ്റെ ധീര വനിതയുമായ ആ സ്ത്രീ ഫോൺ കട്ട് ചെയ്ത് ഓടി ഒളിക്കുകയാണ് ചെയ്തത്. ഞാൻ അവരുമായി സംസാരിച്ച ആ ഫോൺ സംഭാഷണം നിങ്ങളുമായി പങ്കുവെക്കാം. കേട്ടു നോക്കൂ, വിലയിരുത്തൂ. ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാ ചോദിച്ചല്ലോ? ആരാ? നുസ്രത്ത് ജഹാൻ അല്ലേ? ഞാൻ സൗദി അറേബ്യ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് ഹസൻ എന്നാണ്. ഞാൻ നിങ്ങളുടെ ചർച്ചകൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ഒരാളാണ്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾ ജനൻ ടി വിയിൽ നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരാ ആരാ എന്താ ചെയ്യണ നിങ്ങള്? എൻ്റെ പേര് ഹസൻ എന്നാണ്. ഞാൻ സൗദി അറേബ്യ എന്നാണ് വിളിക്കുന്നത്. നാട്ടില് എവിടെയാ? നാട്ടില് കൊല്ലം കരുനാഗപ്പള്ളി. അപ്പൊ എന്താ ചെയ്യണ സൗദി അറേബ്യയില്? ഞാൻ ഇവിടെ ഷോപ്പിൽ വർക്ക് ചെയ്യാം. എന്താ എന്നോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ എഴുതി അയച്ചോളൂ. ചാനൽ ചർച്ചയിൽ ഞാനിങ്ങനെ ഫോണിൽ അറിയാത്ത ഒരാളോട് സംസാരിക്കേണ്ട, ചർച്ചന്റെ ഇതൊന്നും ഡിസ്കസ് ചെയ്യേണ്ട ഒരാളല്ലല്ലോ നിങ്ങള്. ഒരു ഒഫീഷ്യൽ എനിത്തിങ് ഇസ് ദേർ, യു ക്യാൻ സെൻഡ് ഇറ്റ് ടു മീ. അങ്ങനല്ലല്ലോ, നിങ്ങൾ ഒരു ചാനൽ ചർച്ചയിൽ അല്ല, ഞാൻ പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെയല്ലല്ലോ മാഡം. നിങ്ങൾ ഒരു ചാനൽ ഡീറ്റെയിൽസ്, ആധാർ കാർഡോ മറ്റുണ്ട്, അങ്ങനെ സംസാരിക്കാൻ നിന്നാൽ ഞാൻ 140 കോടി ആൾക്കാരോട് സംസാരിക്കേണ്ടി വരും. അല്ല, നിങ്ങൾ ഇങ്ങനെ എല്ലാവരും വിളിക്കലില്ലല്ലോ മാഡം. നിങ്ങൾ ഏതെങ്കിലും ചർച്ചയിൽ പങ്കെടുത്ത് നടത്തുന്ന ഒരു എന്നെ വിളിക്കണമെന്ന് പറയുമ്പോ എനിക്ക് പരിചയമില്ലാത്തവരോട് ഞാൻ സംസാരിക്കാറില്ല ഡീറ്റെയിൽസ് ആയിട്ട്. ജസ്റ്റ് ഹലോ ബൈ. അല്ല, നിങ്ങളൊരു പൊതുപ്രവർത്തക ആയതുകൊണ്ടാണ് വിളിച്ചത്. ഒരു പൊതുപ്രവർത്തക ആകുമ്പോൾ നിങ്ങൾ നടത്തുന്ന ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ചതാണ്, അല്ലാതെ മറ്റ് ഉദ്ദേശങ്ങളൊന്നുമില്ല. അതന്നെ, നിങ്ങൾ ആധാർ കാർഡും ഒക്കെ അയച്ചു തരും. എനിക്ക് പരിചയമില്ലാത്ത ഒരാളോട് എനിക്ക് സംസാരിക്കാനുള്ള റൈറ്റ് ഇല്ല. അപ്പൊ നിങ്ങൾ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ അത് കാണുന്നതല്ലേ മാഡം? അത് ചാനൽ, അത് ഓതറൈസ്ഡ് ചാനലും എന്റെ ഫേസ്ബുക്കിലും ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളിപ്പോ പറഞ്ഞ പേരാണോ നിങ്ങളത് തന്നെ എനിക്കറിയില്ല. നിങ്ങളൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത്, ഏത് ഷോപ്പില്? ഞാനൊരു മലയാളിയാണ്. എന്റെ പേര് ഹസൻ എന്നാണ്. ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നു. നിങ്ങൾ ചാനൽ ചർച്ചയിൽ നടത്തിയ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നു. അതിനാണ് നിങ്ങളെ വിളിച്ചത്. ഇത് കയർത്ത് സംസാരിക്കണോ മാഡം? മാന്യമായിട്ടല്ലേ സംസാരിക്കുന്നത്? എത്രയോ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. സൗണ്ട് കേട്ടാലും നിങ്ങൾ ചോദിക്കുന്ന രീതി കേട്ടാലും അറിയാം. എനിക്ക് 100 കണക്കിന് ഫോൺ ഒരു ദിവസം വരുന്ന ഒരാളാണ്. ആയിക്കോട്ടെ മാഡം, നിങ്ങൾ വലിയ തിരക്കുള്ള ആളാണ്. പക്ഷെ ഞാന് ചാനൽ ചർച്ചയുടെ കാര്യമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അത് ഒരു പൊളിറ്റിക്കൽ നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിയോ ഒക്കെ ആണെങ്കിൽ എനിക്ക് അതിനെ പറ്റി സംസാരിക്കാം. അപ്പൊ നുസ്രത്ത് ജഹാൻ മാഡം, അപ്പൊ നിങ്ങൾ നാളെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പൊതുനിരത്തിലേക്ക് വരുമ്പോൾ, ഒരു ചർച്ചകൾ കാണുന്ന ഒരു പ്രേക്ഷകൻ വന്നിട്ട് മാഡം ഇന്നലെ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞല്ലോ, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ച ഒരാൾ വന്നാൽ തീർച്ചയായും അല്ല, സംസാരിക്കുന്ന ആൾ അയാളുടെ പേരും നാടും വിലാസവും ഒക്കെ പറഞ്ഞ് സംസാരിക്കാൻ പറ്റുമോ? മാന്യമായി സ്ഥലം ഏതാണെന്നും പേരെന്താണെന്നും പറഞ്ഞല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇത് മാഡം, നിങ്ങൾ സംസാരിച്ച വിഷയത്തെ കുറിച്ച് ചോദിക്കാനാണ് വിളിച്ചത്, അല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ
അതിനകത്ത് ഉണ്ടായ ചില സംശയങ്ങൾ ചോദിക്കാൻ തന്നെയാണ് മേഡത്തിനോട് ഈ സംസാരിക്കുന്നത്, അല്ലാതെ പുതിയ എന്തായാലും ചോദിക്കാനല്ല. ഓക്കെ ഓക്കെ, എന്നോട് ചോദിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ജനം TV ചർച്ചയിൽ മേഡം ഏകദേശം 2 ആഴ്ച മുമ്പാണ് ഈ വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് താങ്കൾ നടത്തിയ ചില പരാമർശങ്ങളെ കുറിച്ച് മാത്രമാണ് ചോദിക്കുന്നത്. അതായത് ഈ മുസ്ലിം സ്ത്രീകളൊക്കെ 10 പ്രസവിച്ചു കഴിഞ്ഞാൽ അവര് സ്വർഗത്തിലെ ലീഡർ ആയിട്ടാണ് അവരെ അവിടെ പ്രഖ്യാപിക്കുക, അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് മാഡം പറഞ്ഞിരുന്നു. അതിനെ കുറിച്ച് അത് എവിടെ പ്രസവിച്ചവർ അത് പറഞ്ഞു തന്നെയാ പ്രസവിച്ചത്. എന്റെ കുടുംബത്തിൽ തന്നെ ഒരു അമ്മായി ഉണ്ടായിരുന്നു, അവര് 10 പ്രസവിച്ചു. അപ്പൊ പ്രസവം നിർത്താൻ പറഞ്ഞാൽ അവര് പറയണ്ടായിരുന്നു. അല്ല, അവര് പറഞ്ഞു എന്നുള്ളതല്ലല്ലോ മാഡം. നമ്മളൊരു മതത്തിന്റെ പേരിൽ സംസാരിക്കുമ്പോ അതിനൊരു ആധികാരികത വേണ്ട. ഇപ്പൊ ഞാനും മതം പഠിച്ച ഒരാളാണ്. ഞങ്ങളാളും എവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരായാലും എനിക്കൊരു പ്രശ്നമില്ല. അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കുക. അല്ല, കേസൊന്നും കൊടുക്കാനില്ലല്ലോ, മാന്യമായി ചോദിക്കുകയാണ്. അതുപോലെ നിങ്ങൾ പറയുന്നത് ഈ മുസ്ലിങ്ങളാരും മാഡം അത് എവിടെ പഠിപ്പിച്ചു, എന്ത് കേട്ടില്ലേ? ഇതായിരുന്നു ആ ഫോൺ സംഭാഷണം. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് അവർ ആ ചർച്ചയിൽ പോയിരുന്ന് പറഞ്ഞ അസംബന്ധങ്ങളും നുണപ്രചരണങ്ങളും വിദ്വേഷ വർഗീയ പരാമർശങ്ങളും അതിൻ്റെ ഒരു ഭാഗവും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവര് പ്രസവിക്കാൻ പോയാൽ ആ ഹോസ്പിറ്റലിന് ഇവരുടെ അടുത്ത പ്രസവത്തിനുള്ള ഉദ്ധാരണ ശേഷി നശിപ്പിക്കും മുസ്ലിം ആണെങ്കിൽ എന്നാണ് ഒരു പഠിച്ച് ഞാൻ കേട്ടത്. അപ്പൊ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാണ്ടായി പോവും, മുസ്ലിങ്ങൾക്ക് കുട്ടികൾ ഇല്ലാതാവാനുള്ള ഹിന്ദു ഡോക്ടേഴ്സ് കാണിക്കും. അപ്പൊ ഹിന്ദു ആയ ഡോക്ടറുടെ അടുത്ത് പോവാണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ മുസ്ലിങ്ങൾ കുറെ ഹോസ്പിറ്റലുകൾ തുറന്നത്. അവിടെ മുസ്ലിങ്ങൾ മാത്രമാണ് മുസ്ലിങ്ങളുടെ അടുത്ത് പോവാൻ പാടും. ഒരു ആശുപത്രിന്റെ പരസ്യം അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഹലാലായ പ്രസവം, എല്ലാത്തിലും ഹലാല്. ഗിഫ്റ്റ് കൊടുത്ത്, ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുത്ത് പർദ്ദയിട്ട് ശീലിപ്പിച്ച നമ്മളൊന്നും കുട്ടിക്കാലത്ത് കാണാത്ത ഒരു 15 വർഷം കൊണ്ടാണ് ഇത് സുലഭമായി കണ്ടത്. ഇവരെ മുഖവും മേലും ഒന്നും കാണിക്കില്ല. അപ്പൊ എന്താ പറയുക, ഒരു പെണ്ണിനെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ളതിന്റെ തുടക്കം അവിടെ തുടങ്ങുന്നത്. ഇങ്ങനെ പർദ്ദയിട്ട് മൂടി ഇങ്ങനെ അവരുടെ ബോഡി ഷേപ്പ് വരെ മാറിയിട്ടുണ്ടാവും. ആ പെണ്ണ് ആ പർദ്ദ ഇല്ലാതെ ഒരു കണ്ണാടിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ ആ പെണ്ണിന്റെ കോലം എങ്ങനെയുണ്ട്. അങ്ങനെ കഴിഞ്ഞ് പ്രസവം എന്ന് പറഞ്ഞാൽ 10 പ്രസവിക്കുന്ന ആരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് ചോദിക്കും അത്രേ. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ് കൈ പൊക്കുമ്പോഴാണ് സ്വർഗത്തിലെ ലീഡർ ആവാനാണ് 10 പ്രസവിക്കുന്നത്. അതൊക്കെ പറയണത് ഇതൊക്കെയാണ് ഇവരെ പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ എത്രയോ 10 പറ്റവരെ എനിക്കറിയാം. അപ്പൊ ആ 10 പെറ്റാല് സ്വർഗത്തിൽ 10 പെറ്റവരുണ്ടോ എന്നാ ചോദിക്കുക. അതാണ് മദ്രസിൽ ഈ തെണ്ടികൾ ഇങ്ങനെ തന്നെയാ പറയാ, തെണ്ടി തന്നെ വിളിക്കണം. കണ്ടില്ലേ? ഇതാണ് ഈ ജനം TV ചർച്ചയ്ക്ക് പോയിരുന്നാലുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണം. മുസ്ലിങ്ങൾക്കെതിരെ എന്ത് തെമ്പാടിത്തരവും പറയാം, എന്ത് നുണയും പ്രചരിപ്പിക്കാം, എന്ത് അസംബന്ധവും അപകീർത്തിപരമായിട്ടുള്ള ഏത് കാര്യങ്ങളും പറയാം. തിരിച്ചൊരു ചോദ്യം ഉണ്ടാവില്ല. നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ അത് പറഞ്ഞു, എന്തിൻ്റെ ബോധ്യത്തിൽ നിങ്ങളത് പറഞ്ഞു? അവതാരകനിൽ നിന്നോ സഹപാനലിസ്റ്റായി ചർച്ചയിൽ പങ്കെടുക്കുന്നവരിൽ നിന്നോ ഒരു ചോദ്യങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സുരക്ഷിത ഇടം എന്ന നിലയിൽ, തിരിച്ച് ചോദ്യങ്ങളൊന്നും വരാത്ത ഒരു സ്ഥലമെന്ന നിലയിൽ നുസ്രത്ത് ജഹാനെ പോലെയുള്ള തീവ്ര ചിന്താഗതി ഉള്ളവർ, മുസ്ലിം വിരുദ്ധർ, ജനം TV പോലെയുള്ള ഇസ്ലാമോഫോബിയ വളർത്തുന്ന വേദികളിൽ പോയിരുന്ന് സകല അസംബന്ധങ്ങളും വിളിച്ചു പറയുന്നത്. ശ്രീമതി നുസ്രത്ത് ജഹാൻ ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങളും തെണ്ടിത്തരങ്ങളുമൊക്കെ ഒരു സമുദായത്തിനെതിരെ നിങ്ങൾ പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് വിളിച്ചു പറയുന്നത് കൊണ്ടാണ് എന്നെപ്പോലെയുള്ളവർക്ക് നിങ്ങളെ ഫോണിൽ വിളിച്ച് സംസാരിക്കേണ്ടി വരുന്നത്, ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്. നിങ്ങളോട് ചോദിച്ച ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത് മുസ്ലിം സ്ത്രീകൾ പ്രസവവുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കളായ ക്രൈസ്തവരായ ഡോക്ടർമാരെ ആരെയും കാണാറില്ല, അങ്ങനെ പോയാൽ അവരുടെ ഉദ്ധാരണശേഷി നഷ്ടപ്പെടുമെന്നും അവരുടെ പുരുഷന്മാരുടെ ഉദ്ധാരണശേഷി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പല പരിപാടികളും ആ ഹിന്ദു ക്രൈസ്തവ ഡോക്ടർമാർ ചെയ്യുമെന്നും അതുകൊണ്ട് അതിനെ തുടർന്ന് അതിൽ ഭയപ്പെട്ട് മുസ്ലിങ്ങൾ കേരളത്തിൽ ഉടനീളം ഇപ്പോൾ കുറേ ഹോസ്പിറ്റലുകൾ തുടങ്ങിയിട്ടുണ്ടെന്നും അവിടെയാണ് അവർ പോകുന്നതെന്നും അവിടെയൊക്കെ മുസ്ലിം ഡോക്ടർമാരാണ് ജോലി ചെയ്യുന്നതെന്നുള്ള അങ്ങേയറ്റം വർഗീയ പരാമർശങ്ങൾ നിങ്ങൾ ആവർത്തിക്കുകയുണ്ടായി. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറഞ്ഞത്? എൻ്റെ ഭാര്യ പ്രസവിച്ചത് പെരിന്തൽമണ്ണയിലെ EMS ഹോസ്പിറ്റലിലാണ്. അവിടുത്തെ കൊച്ചൂസ് മണി എന്ന് പേരുള്ള ഒരു ഡോക്ടറാണ്. അവരെന്തായാലും മുസ്ലിം അല്ല. അവരുടെ പേര് കേട്ടെടുത്തോളം അവർ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അവരുടെ മതം തിരഞ്ഞിട്ടില്ല. ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഞങ്ങൾക്കുണ്ടായില്ല, ഒരു തരത്തിലുള്ള ആശങ്കകളും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. പിന്നെയും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്നു? മുസ്ലിം സമുദായത്തിനെതിരെ ഇത്തരത്തിൽ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്താൻ
ആരാണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? ആരാണ് നിങ്ങൾക്ക് പിന്നിലുള്ളത്? മുസ്ലിം സ്ത്രീകളൊക്കെ ഓരോ കൊല്ലവും പ്രസവിച്ച് 10 കുട്ടികളെ പ്രസവിക്കുന്നത് സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടാനാണ് എന്ന് മദ്രസകളിൽ പഠിപ്പിച്ചു എന്ന് താങ്കൾ പറഞ്ഞു. ഏത് മദ്രസയിൽ പഠിപ്പിച്ചു? ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ചു? ഏത് സിലബസിൽ പഠിപ്പിച്ചു? തൻ്റെ ഇടമുണ്ടോ? നട്ടലുണ്ടോ നിങ്ങൾക്ക് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കാൻ? നിങ്ങൾ പറഞ്ഞ പരാമർശങ്ങളിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പിന്നീട് നിങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ മുസ്ലിം സഹോദരിമാരെ അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന കുറേ കാര്യങ്ങളാണ്. മുസ്ലിം സ്ത്രീകളെല്ലാം പർദ്ദ ധരിക്കുന്നത് അവരെല്ലാം ഓരോ വർഷവും പ്രസവിച്ച് അവരുടെ ശരീരത്തിൻ്റെ അഴകും വടിവുമൊക്കെ നഷ്ടപ്പെടുന്നത് കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്ത് ചിന്തിക്കുമെന്ന നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശമായ അവരുടെ ശരീരപ്രകൃതിയെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പർദ്ദ ധരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് മുസ്ലിം സമുദായത്തെ, പ്രത്യേകിച്ച് മുസ്ലിം വനിതകളെ അങ്ങേയറ്റം ആക്ഷേപിക്കലും അപമാനിക്കലുമാണ്. ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് ജീവിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ, അവരുടെ അന്തസ്സിനെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളാണ് നിങ്ങൾ നടത്തിയത്. അവർ പർദ്ദ ധരിക്കുമ്പോൾ നിങ്ങൾക്ക് ചൂടെടുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഉഷ്ണം അനുഭവപ്പെടുന്നുണ്ടോ? അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടാകുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ മുസ്ലിം സഹോദരിമാരല്ല. നിങ്ങൾക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ അവർക്കും അവരുടേതായ ചോയ്സുകളുണ്ട്, അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അതനുസരിച്ച് ജീവിക്കാൻ നിങ്ങളുടെ ആരുടെയും തിട്ടൂരം അവർക്ക് ആവശ്യമില്ല. മുസ്ലിം സമുദായത്തിനും മുസ്ലിം സ്ത്രീകൾക്കും കേരളത്തിലെ ഒരു സ്ത്രീകൾക്കും നിങ്ങളുടെ തിട്ടൂരം ആവശ്യമില്ല. അതുകൊണ്ട് ശ്രീമതി നുസ്രത്ത് ജഹാൻ, നിങ്ങൾ ജനൻ ടി വിയിൽ ചർച്ചയ്ക്ക് പോകുമ്പോൾ നിങ്ങളോട് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ നമ്പ്യാർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വിയർക്കാതെ, മുട്ടിടിക്കാതെ, തൊണ്ട വരളാതെ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും. പക്ഷേ ഇത്തരത്തിൽ അസംബന്ധങ്ങളും പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിനെതിരെ, ഒരു സമുദായത്തിനെതിരെ കല്ലുവെച്ച നുണകളും വർഗീയ പരാമർശങ്ങളും എന്ത് ധൈര്യത്തിലും വിളിച്ചു പറയാമെന്ന് വിചാരിച്ച് വായിൽ തോന്നുന്നതൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പൊതുജനങ്ങളിൽ നിന്നും നിങ്ങൾ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അത്തരം ചോദ്യങ്ങളെ നേരിടാനുള്ള ത്രാണിയില്ലെങ്കിൽ, മറുപടി പറയാനുള്ള തൻ്റെ ഇടമില്ലെങ്കിൽ ഇമാതിരി പരിപാടിക്ക് പോകരുത്. അതുകൊണ്ട് ശ്രീമതി നുസ്രത്ത് ജഹാൻ, ഇത് പഴയ കാലമൊന്നുമല്ല. നിങ്ങൾക്ക് ആരെക്കുറിച്ചും എന്തും വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയാനുള്ള ലൈസൻസ് ഉണ്ട് എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തിരുത്തുക. അതിനെ ചോദ്യം ചെയ്യാനും വേണ്ടി വന്നാൽ ഇതുപോലെ പരസ്യമായി കീറി മുറിച്ച് നിങ്ങളെപ്പോലുള്ളവരെ തുറന്നു കാണിക്കാനും ഞങ്ങൾ കുറച്ചു പേർ ഇവിടെ ഉണർന്നിരിപ്പുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക, മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.